പതിവ് പോലെ തന്നെ ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയിരിക്കുന്നു. പലരും വന്നുപോയിരുന്നു. ആരോ ഒരാളിനെ സ്വന്തമാക്കാൻ നോക്കി. പക്ഷേ അയാൾക്കെന്നെ ബോധിച്ചില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ 5 നാളുകളായി ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ അയാൾ എന്നെ വെച്ചു. ഇനിയും എന്നെ സ്വന്തമാക്കാൻ ആരും വന്നെത്തിയില്ല. ഏത് തൂവെള്ളക്കടലാസിൽ അലിഞ്ഞു ചേരുമെന്നറിയാതെ ഞാൻ കാത്തിരുന്നു. പെട്ടെന്നായിരുന്നു ആ അതിഥിയുടെ വരവ്. മുൻപ് ഇവിടെ വെച്ച് പല തൂവെള്ളക്കടലാസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്തോ അവയോടൊന്നും തോന്നാത്ത ഒരു പ്രത്യേകത ഞാൻ അവളിൽ കണ്ടു. 1000 പൂവുകളിൽ നിന്നൊരു പൂ എന്ന പോലെ ഒരു കൂട്ടം തൂവെള്ളക്കാരിൽ നിന്നും ഞാൻ അവളെ മാത്രം തിരഞ്ഞെടുത്തു. എൻ്റെ ജീവനാകുന്ന മുഷിത്തുള്ളികൾ അവളിൽ പതിയുമെന്ന മോഹം എന്നെ വല്ലാതെ പിടിച്ചുലച്ചു. പിന്നെ പല സമയങ്ങളിലും എൻ്റെ യഥാസ്ഥാനം അവൾക്കരികിലേക്കും അകലേക്കും മാറ്റം ചെയ്യപ്പെട്ടു. പക്ഷേ പലവട്ടം അവൾക്കരികിലെത്തിയെങ്കിലും വിധി എൻ്റെ മോഹം മാത്രം ബാക്കിയാക്കി. പിന്നീട് എൻ്റെ സ്ഥാനം മാറിയപ്പോൾ അരികിലുണ്ടെങ്കിലും ഒരു നോക്ക് കാണാനാവാതെ ഞാനിരുന്നു. വേർപിരിയലിൻ്റെ വക്കിലാണോ യാത്ര എന്ന് ഒരു ഭയം കൂടിക്കൂടി വന്നു. ഇവിടെ വിധി എന്നെ കാത്തിരിക്കുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. വിധി എന്ന 2 അക്ഷരം വേർപിരിയലിൻ്റെ വക്കിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. പിരിയാനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെ എവിടെ നിന്നോ വന്ന് മോഹങ്ങൾ വാരി വിതറി അവൾ എവിടേക്കോ യാത്രയാകുന്നു. മറ്റേതോ മഷിത്തുള്ളികൾ അവൾക്കുമേൽ അക്ഷരങ്ങളായി പതിയാൻ പോകുന്നു. ഇതെല്ലാം നോക്കി ഇനി എന്തെന്നറിയാതെ ഞാൻ അടുത്ത ദിനത്തിൽ ഞാനും ആർക്കോ സ്വന്തമാകാൻ പോകുന്നു. എവിടേക്കോ യാത്രയാകുന്നു. എൻ്റെ ജീവൻ്റെ മഷിത്തുള്ളികൾ ആർക്കുമേൽ അറിയില്ല. എവിടെ വെച്ചും വേർപിരിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു മാജിക് പ്രതീക്ഷിച്ചില്ല. അതെ, ശരിക്കും മായാജാലം തന്നെ. എവിടെ നിന്ന് വന്നു, അതിനിടയിൽ ഒപ്പം അലിഞ്ഞു ചേരാൻ ആഗ്രഹിച്ചു. ഒടുവിൽ വീണ്ടും ആ സ്വപ്നത്തിൻ്റെ പടിവാതിൽ വന്നു നിൽക്കുന്നു. തൂവെള്ള നിറത്തിലുള്ള ഈ സുന്ദരിയിൽ എൻ്റെ ജീവൻ്റെ മഷിത്തുള്ളികൾ അലിഞ്ഞു ചേരുമ്പോൾ ഞങ്ങളുടെ പ്രണയ സാഫല്യത്തിനൊപ്പം പ്രണയാക്ഷരങ്ങളിലൂടെ പുതിയൊരു പ്രണയത്തിനും ഒത്തുചേരലിനും ഞങ്ങളാകുന്ന ഈ പേനയും പേപ്പറും തുറക്കം കുറിക്കുന്നു. ഒപ്പം ഞങ്ങൾ വീണ്ടും വീണ്ടും പുനർജനിച്ചു കൊണ്ടേയിരിക്കും, ഏറ്റവും നല്ല ജോഡികളായി തന്നെ. കാരണം മഷിത്തുള്ളികളില്ലാതെ തൂവെള്ളക്കടലാസുകൾ പൂർണ്ണമാകുന്നില്ല. ഒപ്പം തൂവെള്ളക്കടലാസുകളില്ലാതെ മഷിത്തുള്ളികളും എന്ന് സ്വന്തം.